അമ്മ പേടിക്കണ്ട. എന്റെ മുറിയിൽ അനുപമ ബാഗ് കണ്ടെടുത്തത്. അത് തട്ടിപ്പറിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞോളാം. അയ്യോ, എന്റെ പൊന്നുമോൻ അമ്മയ്ക്ക് വേണ്ടി അത്ര വലിയ ത്യാഗം ഒന്നും ചെയ്യണ്ട. എന്നെ കൊണ്ടുപോകാൻ പോലീസ് ഇവിടെ വന്നാ അവർ എന്നെ തന്നെ കൊണ്ടുപോകും. കുറ്റം ഞാൻ സമ്മതിക്കുകയും ചെയ്യും. എടാ, സുശീലയുടെ കയ്യിൽ വിലങ്ങ് ഒപ്പിക്കാൻ അനന്തമാഷിന് ധൈര്യം ഉണ്ടെങ്കിൽ അയാൾ അതങ്ങ് ചെയ്യട്ടടാ. അത് കാണാൻ തന്നെ ഞാനും കാത്തു നിൽക്കുന്നേ. ആഹാ, അനന്തമാഷ് കേസ് കൊടുക്കില്ലെന്നൊരു സൂചന കിട്ടിയപ്പോ തന്നെ അമ്മയുടെ അഹങ്കാരം ഇരട്ടിച്ചല്ലോ. ഞാനും അനുവടുത്തിയും ഹർഷയെ കണ്ട് ഉപാധി വെച്ച കാര്യം അവള് വിളിച്ചു പറഞ്ഞു കാണുമല്ലേ. ഹർഷയും അമ്മയും കൂടി പോയി അനന്തമാഷിനോട് ക്ഷമ ചോദിച്ചാ അച്ഛനെ കൊണ്ട് കേസ് കൊടുപ്പിക്കാതിരിക്കാമെന്ന് ഏടത്തി എനിക്ക് വാക്ക് തന്നിട്ടുണ്ടേട്ടാ. അത് ചെയ്യാമെന്ന് ഹർഷയും രവി ഞങ്ങൾക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. അവര് വാക്ക് തന്നിട്ടുണ്ടെങ്കിലേ അവള് പോയി അയാളുടെ കാല് പിടിക്കട്ടെ. സുശീല അതിന് കിട്ടുമെന്ന് ആരും കരുതണ്ട. നാണില്ലല്ലോടാ നിനക്ക്. സ്വന്തം അമ്മയെ ഏതോ മാഷിന്റെ കാല് പിടിച്ച് കേസിന് ഒത്തുതീർപ്പുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങാൻ. നിന്റെ ഏട്ടനെന്ന് പറഞ്ഞപ്പോ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത് നീയും കേട്ടതല്ലേടാ. ഏതായാലും എനിക്ക് വേണ്ടി ഇന്ദ്രൻ പോയി കാല് പിടിച്ചല്ലോ, അത് മതി. അത് മതിയെന്ന് അമ്മ മാത്രം തീരുമാനിച്ചതുകൊണ്ടായില്ല. പിന്നെ ആരാണ് തീരുമാനിക്കണ്ടേ? ആരാ? എന്നെ കൊണ്ട് അനന്ത മാഷിന്റെ കാല് പിടിപ്പിക്കാൻ നിന്റെ ഏടത്തേമ്മയെന്ന് പറഞ്ഞു നടക്കുന്നുള്ള നിനക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ടോടാ? എങ്കിലേ അവളുടെ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. നീ പോയി അവളോട് പറഞ്ഞേക്കേ. ഇനി ഈ കാര്യവും പറഞ്ഞ് എന്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നാ ഞാൻ നേരെ പോകുന്നത് അവളുടെ അടുത്തേക്കായിരിക്കും, അനുപമയുടെ അടുത്തേക്ക്. ഞാൻ അവളുടെ അച്ഛന്റെ കാല് പിടിക്കണോന്ന് എന്റെ മുഖത്ത് നോക്കി അവള് പറയട്ടെ.